ഏതായാലും വളരെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ പാകിസ്ഥാനിൽ നിന്ന് ഒരു രാജ്യം പുതിയതായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രഖ്യാപനം നടന്നത് ഇന്നലെയായിരുന്നു. ഇന്നലെ അർദ്ധരാത്രിയിലായിരുന്നു. 1947 ആഗസ്റ്റ് 11 മുതൽ തുടങ്ങിയ ഒരു പോരാട്ടം. ആ പോരാട്ടത്തിന്റെ പരിസമാപ്തിയാണ് കഴിഞ്ഞ ദിവസം നടന്നതെന്നാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ നേതാവ് മിർ യാർ ബലൂചി പറഞ്ഞത്. അദ്ദേഹം ഇന്ത്യൻ മാധ്യമങ്ങൾക്കും തിങ്ക് ടാങ്ക് ഗ്രൂപ്പുകൾക്കുമൊക്കെ വലിയ നന്ദി പ്രകാശിപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ ബലൂചിസ്ഥാൻ വിഷയം അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും അന്താരാഷ്ട്ര സമൂഹത്തിന് ശ്രദ്ധ ആകർഷിപ്പിക്കുന്നതിനും ഇന്ത്യൻ മാധ്യമങ്ങൾക്കും തിങ്ക് ടാങ്ക് ഗ്രൂപ്പുകൾക്കുമൊക്കെ കഴിഞ്ഞിരിക്കുന്നു, ഗവേഷകർക്കും കഴിഞ്ഞിരിക്കുന്നു. അതിന് ഒരു വലിയ നന്ദി പറയുന്നു. ഒപ്പം തന്നെ അധികം വൈകാതെ തന്നെ റിപ്പബ്ലിക് ഓഫ് ബലൂച്ച് കറൻസി, മാധ്യമം, വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങൾ, നയതന്ത്ര ദൗത്യങ്ങൾ തുടങ്ങിയവ ഉടൻ ആരംഭിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി മുതൽ തങ്ങളെ പാകിസ്ഥാന്റെ പ്രവിശ്യ എന്ന് വിളിക്കരുതെന്നും റിപ്പബ്ലിക് ഓഫ് ബലൂച്ച് എന്ന് വിളിക്കണമെന്നുമാണ് ഇപ്പോൾ ബലൂചിസ്ഥാന്റെ ലിബറേഷൻ ആർമി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയായിരുന്നു വർണ്ണാഭമായ ഒരു ചടങ്ങ് നടന്ന് വെടിക്കെട്ടുകളും മറ്റുമാക്കി നടന്ന ഒരു വലിയ ചടങ്ങ് തന്നെയായിരുന്നു അവിടെ നടന്നത്. ഏതായാലും പാകിസ്ഥാൻ ഈ ഒരു നീക്കം തടയിടുന്നതിന് വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും നിലവിൽ ഇതിനെക്കുറിച്ചുള്ള പ്രതികരണം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ കുറെ കാലമായി ബലൂചിസ്ഥാന്റെ വിഷയങ്ങളിൽ വലിയ പ്രസ്താവനകളൊന്നും പാകിസ്ഥാൻ നടത്താറില്ല. ചില ആക്രമണങ്ങൾ നടത്താറുണ്ട് എന്നതിൽ കവിഞ്ഞ് വലിയ പ്രസ്താവനകളൊന്നും നടത്താറില്ല. വലിയ ആക്രമണങ്ങൾ തന്നെയാണ് കഴിഞ്ഞ കുറെ കാലമായി നമ്മൾ ഈ ബലൂചിസ്ഥാൻ മേഖലയിൽ കാണുന്നത്. വലിയ സംഘർഷം തന്നെയായിരുന്നു. അനവധി പേർ കൊല്ലപ്പെട്ട സംഘർഷമായിരുന്നു. ഒടുവിൽ അത് മറ്റൊരു ടേണിംഗ് പോയിന്റ് എത്തിയിരിക്കുന്നു. അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. തങ്ങളെ ഇനി ഒരു സ്വതന്ത്ര രാഷ്ട്രമായി തന്നെ എല്ലാവരും കാണണമെന്ന് അവരുടെ ഒരു അഭ്യർത്ഥനയുണ്ട്. അന്താരാഷ്ട്ര സമൂഹത്തോടു കൂടിയാണ് അവരുടെ അഭ്യർത്ഥന. ഏതായാലും കഴിഞ്ഞ കുറച്ചു നാൾക്ക് മുമ്പ് പാകിസ്ഥാന്റെ വലിയ ആവശ്യമായിരുന്നു ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഭീകര സംഘടനയുടെ പട്ടികയിൽ പെടുത്തണമെന്ന്. പക്ഷെ അമേരിക്ക അത് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അവരതിന് തയ്യാറായിട്ടുമില്ല. ഏതായാലും ഇപ്പോൾ പാകിസ്ഥാനുള്ളിൽ നിന്ന് തന്നെ ആദ്യത്തെ അവരുടെ ഒരു രാജ്യത്തിന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നു. മുമ്പ് എല്ലാവരും പറഞ്ഞിരുന്ന 3-4 ഭാഗങ്ങളായി പാകിസ്ഥാൻ ഒരുപക്ഷെ പോയേക്കാം, പിളർന്നേക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ അതിന്റെ 1ാം ഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നീടുള്ളത് ഖൈബർ പഖ്തൂണാണ്, POK ആണ്, ഒപ്പം തന്നെ ഈ സിന്ധ് മേഖലയാണ്. ഇങ്ങനെയൊക്കെ അവിടെ കിടക്കുന്നു. എല്ലായിടത്തും പ്രശ്നങ്ങൾ തന്നെയാണ്. ഏതായാലും ബലൂചിസ്ഥാൻ, റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ നിലവിൽ വന്നിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.